റോഡ് നിയമങ്ങൾക്കും ഡ്രൈവിംഗിന്റെ അടിസ്ഥാന തത്വങ്ങൾക്കും അപ്പുറം റോഡിലെ മറ്റുള്ളവരുടെ തെറ്റായ പെരുമാറ്റം കൂടി മുൻകൂട്ടി കാണുകയും അതിനെ മറികടക്കാൻ കഴിയുന്ന വിധത്തിൽ സ്വന്തം ഡ്രൈവിംഗ് രീതികളെ മെച്ചപ്പെടുത്തുകയും അത്തരത്തിൽ അപകടരഹിതമായ രീതിയിലേക്ക് സ്വയം മാറുകയും ചെയ്യുന്ന ഡ്രൈവിംഗിന്റെ മാന്യമായിട്ടുള്ള സ്വഭാവമാണ് ഡിഫൻസീവ് ഡ്രൈവിംഗ്. ഉദാഹരണമായി, നമ്മളൊരു കൊടും വളവിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടി തുടങ്ങുമ്പോൾ തന്നെ അപ്പുറത്തൊരു വാഹനം ഉണ്ടാകും എന്ന ചിന്തയിൽ തന്നെ ഹോൺ മുഴക്കിക്കൊണ്ട് ആവശ്യമെങ്കിൽ ഉടൻ നിർത്താൻ കഴിയും എന്ന ഉറപ്പോടെ ഇടതുവശത്തുകൂടി മുന്നോട്ട് പോവുക. അതുകൊണ്ട് തന്നെ മറുവശത്ത് നിന്ന് ഹോൺ മുഴക്കാതെ എതിരെ ഒരു വാഹനം വന്നാലും അഥവാ എതിരെ വരുന്ന വാഹനം നമുക്ക് അനുവദനീയമായിട്ടുള്ള ഇടതുപകുതിയിലേക്കാണെങ്കിലും നമ്മുടെ വാഹനത്തെ നമുക്ക് കൃത്യമായിട്ട് തന്നെ നിയന്ത്രിക്കാനും സുരക്ഷിതമായ രീതിയിൽ തന്നെ ഒഴിഞ്ഞു മാറുവാൻ കഴിയും. എന്നാൽ നമ്മുടെ വാഹനത്തിന് എതിരെ വരുന്ന വാഹനം അമിത വേഗതയിലോ അല്ലെങ്കിൽ മദ്യപിച്ചിട്ടോ പോലുള്ള ആളോ മറ്റോ ആണെങ്കിൽ പോലും അവസാന നിമിഷം വരെ നമുക്ക് ഒഴിഞ്ഞു മാറാനുള്ള അവസരവും നോക്കാം. ഒരുപക്ഷെ അതിന് സാധിക്കില്ല എന്ന് ഉറപ്പായാൽ പരിക്കുകൾ ലഘൂകരിക്കുന്ന രീതിയിൽ അപകടത്തെ വിടാനുള്ള സാഹചര്യത്തെ സൃഷ്ടിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ മുൻവശത്തെ റോഡ് പൂർണ്ണമായി കാണുന്ന അവസ്ഥയിൽ ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്നതും അതിന് പകരം പോകേണ്ടുന്ന റോഡിലെ മുന്നിലെ വാഹനം കാരണം സാധിക്കാത്ത അവസ്ഥയിലും സുരക്ഷിതമായിരിക്കും എന്ന മുൻധാരണയിൽ മറികടക്കാൻ ശ്രമിക്കുന്നതും വളരെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. അതായത്, ഒന്ന് സ്വന്തം പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ടുള്ളതും രണ്ടാമത്തേത് സ്വന്തം ജീവിതത്തെ വിധിക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ളതും. എക്സ്പെക്ട് ദ അൺഎക്സ്പെക്ട്, അതായത് അപ്രതീക്ഷിതമായിട്ട് പ്രതീക്ഷിക്കുക. അതായത്, നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനം കണ്ടാൽ ആ വാഹനത്തിന്റെ മറവിലൂടെ എപ്പോൾ വേണമെങ്കിലും ഒരാൾ കടന്നു വരാം എന്ന തരത്തിലുള്ള ധാരണ ഡ്രൈവിംഗിന്റെ എല്ലാ സമയത്തും ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ സൈഡിൽ ഒരു വാഹനം നിർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ ഏത് നിമിഷവും ആ വാഹനത്തിന്റെ ഡോർ തുറന്നേക്കാം, അതല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ആ വാഹനം വലതുവശത്തേക്ക് എടുക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുക. അതായത്, സാധാരണയായി ഒരു വാഹനം മുന്നോട്ട് സഞ്ചരിക്കുന്ന സമയത്ത് IPDE രീതിയിലാണ് നമ്മൾ ആ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്നത്. അതായത്, IPDE എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ സംഭവമാണെന്ന് കരുതണ്ട. അതിന്റെ ഫുൾ ഫോം ഐഡന്റിഫൈ, പ്രെഡിക്റ്റ്, ഡിസൈഡ് ആൻഡ് എക്സിക്യൂട്ട് എന്നാണ്. അതായത്, മുന്നിലുള്ള വാഹനത്തിന്റെയോ ആളുകളുടെയോ വസ്തുക്കളുടെയോ ചലനങ്ങൾ മുൻകൂട്ടി കാണുകയും അതിനനുസരിച്ച് സ്വന്തം വാഹനത്തെ ഗതിമാറ്റാണോ അതോ നിർത്തണോ എന്ന് തീരുമാനിക്കുക, എന്നിട്ട് അത് നടപ്പിലാക്കുക. ഇതാണ് ഡ്രൈവിംഗിൽ നിരന്തരമായി സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള സാഹചര്യങ്ങൾ, മറ്റു വാഹനങ്ങൾ അല്ലെങ്കിൽ മറ്റു റോഡ് ഉപഭോക്താക്കൾ എന്നിവ പോലുള്ള ഘടകങ്ങൾ അപകടത്തിന് കാരണമാകാതെ ഇരിക്കണമെങ്കിൽ ഡ്രൈവിംഗിലെ നീക്കങ്ങൾ സൂക്ഷ്മമായിരിക്കണം. ഇത്തരം സൂക്ഷ്മമായിട്ടുള്ള ഡ്രൈവിംഗ് രീതിയാണ് ഡിഫൻസീവ് ഡ്രൈവിംഗ്. നമുക്ക് ഈ ഡിഫൻസീവ് ഡ്രൈവിങ്ങിനെ 7 ഘട്ടമാക്കി തിരിക്കാം. അതിലൊന്നാമത് ചുറ്റുപാടുകളെ കുറിച്ചും റോഡിലെ അപകട സാധ്യതകളെ കുറിച്ചുമുള്ള അവബോധമാണ്. അതായത്, സ്വന്തം വേഗതയ്ക്ക് അനുസരിച്ച് മുന്നിലുള്ള റോഡിൽ 12 സെക്കൻഡ് കൊണ്ട് എത്തിച്ചേരാൻ സാധ്യതയുള്ള അകലം സ്കാൻ ചെയ്യുകയും പിന്നീട് റോഡ് കണ്ണാടികൾ വഴി പരിശോധിക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ അപകടകാരികളായിട്ടുള്ള ഡ്രൈവർമാർ, കാൽനട യാത്രക്കാർ, മൃഗങ്ങൾ എന്നിവ പോലുള്ളവയുടെ ചലന വ്യതിയാനങ്ങളും റോഡിന്റെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങളും നിരന്തരം നിരീക്ഷിച്ച് കൃത്യമായിട്ടുള്ള ഒരു അവബോധം സൃഷ്ടിക്കുക. ഇനി രണ്ടാമതായിട്ട്, നമ്മൾ ആദ്യഘട്ടത്തിൽ കൃത്യമായി അവബോധത്തിലൂടെ ശേഖരിച്ചിട്ടുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കി അപകടങ്ങളെ, അപകട സാധ്യതകളെ തിരിച്ചറിയുന്നു. അതായത് ഐഡന്റിഫിക്കേഷൻ. അതായത്, നേരത്തെ കണ്ട അപകടകാരികളായിട്ടുള്ള ഡ്രൈവർമാർ നിങ്ങളുടെ ലൈനിലേക്ക് വണ്ടി റോങ് സൈഡ് കയറുന്നത്, അല്ലെങ്കിൽ നേരത്തെ കണ്ടിട്ടുള്ള കാൽനട യാത്രക്കാരോ മൃഗങ്ങളോ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നത് എന്നിവ പോലുള്ളത് തിരിച്ചറിയുക എന്നതാണ്. ഇനി മൂന്നാമതായി, നമ്മൾ നേരത്തെ തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ എങ്ങനെയായി തീരും എന്ന് പ്രെഡിക്റ്റ് ചെയ്യുക എന്നതാണ്. നേരത്തെ പ്രെഡിക്റ്റ് ചെയ്ത കാര്യങ്ങൾ അടിസ്ഥാനമാക്കി അപകട സാധ്യതകളോട് പ്രതികരിക്കുന്നതിന് വേണ്ടി പെട്ടെന്ന് തീരുമാനങ്ങൾ അഥവാ ഡിസിഷൻ എടുക്കുക എന്നതാണ് നാലാമത്തെ ഘട്ടം. വേഗത കുറയ്ക്കുക, നിർത്തുക, ലൈൻ മാറുക, റോഡിലൂടെയുള്ള നമ്മുടെ പൊസിഷൻ മാറുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. എന്നിട്ട് ഏതാണ് മികച്ച നടപടി എന്ന് തീരുമാനിക്കണം അഥവാ ഡിസൈഡ് ചെയ്യുക. അത് അപകടത്തെ കുറയ്ക്കുന്നതിനോ ഒഴിവാക്കുന്നതിനോ വേണ്ടി ആവണം. ഇനി അഞ്ചാമതായിട്ടുള്ളത് എടുത്ത തീരുമാനം നടപ്പിലാക്കുകയും അഥവാ ആക്ഷൻ എന്നതാണ്. ബ്രേക്ക് ചെയ്യൽ, വേഗം കൂട്ടൽ, ഗതി മാറ്റൽ, സിഗ്നലുകൾ നൽകൽ എന്നിവയെല്ലാമാണ് ഇതിൽ പെടുന്നത്. ഇനി ആറാമതായി, ചെയ്ത പ്രവൃത്തിയുടെ ഫലപ്രാപ്തി വിലയിരുത്തുക എന്നതാണ്. അതിലൂടെ നമ്മൾ നേരത്തെ എടുത്ത തീരുമാനങ്ങളും പ്രവൃത്തികളും അപകട സാധ്യതകളെ തരണം ചെയ്യുന്ന തരത്തിൽ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് നോക്കുകയും വ്യത്യസ്തമായോ കൂടുതൽ കാര്യക്ഷമമായോ അത് നിർവഹിക്കാൻ കഴിയുമായിരുന്നോ എന്നും പരിശോധിക്കുക. ഇനി ഏഴാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഡിഫൻസീവ് ഡ്രൈവിംഗിലെ
തുടർ പ്രക്രിയയാണ്. അതായത് യാത്രയിലുടനീളം ചുറ്റുപാടുകൾ നിരീക്ഷിച്ചുകൊണ്ട് അപകട സാധ്യതകൾ വിലയിരുത്തുക, അവബോധം, തിരിച്ചറിയൽ, പ്രവചനം, തീരുമാനമെടുക്കൽ, പ്രവർത്തനം വിലയിരുത്തൽ എന്നീ ഘട്ടങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. പ്രതിരോധ ഡ്രൈവിംഗിൽ ഏറ്റവും പ്രധാനം കൃത്യമായ അറിവും കാഴ്ചാശേഷിയും കേൾവി ശക്തിയും അതോടൊപ്പം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള പ്രവൃത്തിയുമാണ്. ഇതിനാവശ്യമായ ഘടകങ്ങളാണ് മറ്റു വാഹനങ്ങളുമായി കൃത്യമായിട്ടുള്ള അകലം പാലിക്കുക, ഉചിതമായ വേഗത സ്വീകരിക്കുക, മറ്റ് റോഡ് ഉപയോക്താക്കളെ കുറിച്ച് ബോധവാനായിരിക്കുക, റിയർവ്യൂ മിററുകളെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക, കൃത്യമായ സിഗ്നലുകൾ നൽകുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യുക, എപ്പോഴും അപ്രതീക്ഷിതമായത് പ്രതീക്ഷിക്കുക, അതുപോലെ തന്നെ നിതാന്ത ജാഗ്രത പുലർത്തുക, അതുപോലെ തന്നെ ട്രാഫിക് നിയമങ്ങളെ കുറിച്ച് പൂർണ്ണ ബോധവാനായിരിക്കുകയും അവയെ കൃത്യമായി പരിപാലിക്കുകയും ചെയ്യുക. ഇത്തരത്തിലുള്ള ഘടകങ്ങളാണ് നമ്മളുടെ ഒരു ഡിഫൻസീവ് ഡ്രൈവിംഗ് എടുക്കേണ്ടുന്ന മുഖ്യമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്.